ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞില്ലേന്ന്. ശരിക്കും പറഞ്ഞാലേ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കണ്ടെന്ന് വിചാരിച്ചതെന്തേനും പിന്നെ ഇത് ഗാലറി കിടക്കുന്ന കണ്ടപ്പോൾ ഒന്ന് വെറുതെ എഡിറ്റാക്കി നോക്കിയാന്ന് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതില്ലേ നമ്മുടെ ലാസ്റ്റത്തെ നോമ്പില്ലേ പെരുന്നാളിൻ്റെ തലേന്ന് അന്ന് എടുത്തതാണ് കേട്ടോ. അന്ന് ഉച്ചയൊക്കെ ആയപ്പം ഇച്ചൂസ് ഇടങ്ങേറാക്കിയിട്ട് ഞാൻ ഓൾക്കൊന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കലാന്ന്. പിറ്റേന്ന് പെരുന്നാളാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. വെറുതെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താണ്, ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ. പിറ്റേന്ന് പെരുന്നാളായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഉച്ചയൊക്കെ ആയപ്പം ഓളുടെ കയ്യിലങ്ങ് മൈലാഞ്ചി ഇട്ട് കൊടുത്ത്. പിന്നെ രാത്രിയായപ്പോൾ പെരുന്നാളെന്ന് പറഞ്ഞപ്പോൾ ആകെ തിരക്കായിപ്പോയി. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ വന്നിട്ട് എടുത്തത് പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാവലാന്ന്. ഇച്ചൂസിനെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കും കൂടി ഒന്ന് റെഡിയാവണം. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഈ ചൂസിൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് അതാണ് കേട്ടോ കുറച്ചധികം ടൈം പിടിക്കുന്ന കാര്യം. ഓളൊട്ടും സമ്മതിക്കൂല ഹെയറൊന്നും കെട്ടിക്കൊടുക്കാനായിട്ട്. ഭയങ്കര പണിയാണ്. ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഓളൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഓളെ റെഡിയാക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായി. നമ്മളില്ലേ പെരുന്നാളിലന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ആ ഒരു ബിരിയാണി തന്നെയാണ് കഴിക്കൽ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും മുട്ടമാലയും സാലഡും അച്ചാറും തൈരും ഒക്കെ കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ തലേ ദിവസം പെരുന്നാളെന്ന് പറഞ്ഞപ്പം ഞാൻ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റും പൈനാപ്പിളും ഉപ്പിലിട്ട് വെച്ച് പിന്നെ ഓമസല്ലി ബൈറ്റില്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗസ്റ്റൊക്കെ വരൂലേ അപ്പോൾ കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ നല്ല അടിപൊളി ക്യാരറ്റ് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ഇതാ നല്ലൊരു കസ്റ്റേർഡ് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന് നമ്മുടെ ചൊവ്വരിയില്ലേ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കി. ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം വേറൊരു വീഡിയോയിലിടാം കേട്ടോ. ഇതിലിങ്ങനെ ലോങ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് അതുകൂടി കഴിച്ചിട്ടുണ്ടായിന്. ഫുഡ് കഴിച്ച ഒരു മധുരമൊക്കെ കഴിക്കൽ അടിപൊളിയല്ലേ, നല്ല രസമല്ല അങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പുഡിങ്ങും കൂടിയുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഒത്തിരി പേര് കണ്ടിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഒരുപാട് സ്വീറ്റ്സൊക്കെ പെരുന്നാളുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി. വൈകുന്നേരമാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ച്. പെരുന്നാളൊക്കെ അല്ലേ. പിന്നെ പെരുന്നാളിൻ്റെ കാര്യമായിട്ട് വേറെ എവിടെയും നമ്മൾ പോവലില്ല കേട്ടോ. പെരുന്നാളിൻ്റെ അന്നിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ കിടന്നുറങ്ങും. അത് കഴിഞ്ഞിങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം തലേ ദിവസം നല്ല ലേറ്റായിട്ടായിരിക്കും ഷോപ്പിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് എവിടെയും പോകാനൊന്നും നിൽക്കില്ല. അപ്പോൾ ഇതാ നമ്മളങ്ങനെ പോവലാണ്. ഇപ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ട് അതിനെ ഇറങ്ങാനായിട്ട്. ഈ ചൂസ് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര കരച്ചിലൊക്കെ അതിന് റെഡിയാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഇച്ചൂസാകെ മൂടൊക്കെ പോയിട്ടാ. പിന്നെ എങ്ങനെ മുടി വാരാനോ ഒന്നും വിടുന്നില്ല. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് റെഡിയാക്കിയിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായ. പിന്നെ അത് അവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പോഴേക്കും നല്ല ലേറ്റായിട്ട് മഗ്‌രിബൊക്കെ ആവാനായിട്ടുണ്ട്. പിന്നെ മഗ്‌രിബ് പോകാൻ കൊടുത്തപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുത്തായിട്ടാണ്. കസിൻസൊക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിന് ആമയും പിള്ളേരൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം, അവർ വരുന്നതല്ലേ എന്ന് വിചാരിച്ച്. പിന്നെ മഗ്‌രിബൊക്കെ ആയില്ലേ, നിസ്കാരമൊക്കെ ഇല്ലേ, അങ്ങനെ വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകലാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വീട്ടിലെത്തി നിസ്കാരമൊക്കെ കഴിയുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ട് കേട്ടോ കസിൻസൊക്കെ. അപ്പോൾ ഓർക്കുള്ള ഡ്രിങ്ക്സൊക്കെ എടുത്ത് കൊടുക്കലാന്ന്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡൊക്കെ ഇല്ലേ അത് എടുത്ത് കൊടുക്കലാന്ന്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചൊവ്വരി ഇട്ടിട്ടുണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ആക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അത് അതിലേക്ക് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയേ വേണ്ടല്ലോ ടേസ്റ്റിൻ്റെ കാര്യം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു പോയതിന് ശേഷം നമ്മുടെ രാവിലത്തെ ബിരിയാണി ഇല്ല അത് തന്നെയാണ് കേട്ടോ രാത്രി കഴിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പി വീഡിയോസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.